ഹലോ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അതോടൊപ്പം ഞാനൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു 2-3 മാസമായിട്ട് നമ്മളുടെ യൂട്യൂബിലുള്ള ഡോക്ടർ എലിസബത്ത് ഉദയൻ ആ കുട്ടിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിരുന്നു. അത് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനിന്ന് ഒരുപാട് ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ നീതിയും ന്യായവും ആ കുട്ടിക്കൊപ്പം നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാരുടെ, സ്ത്രീകളുടെയും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരുപാട് പേരുടെ മെസ്സേജസ് ആ കുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ ആത്മാർത്ഥത. ആ കുട്ടി ഒരു ഡോക്ടറാണ്. ആ ഒരു ഡോക്ടർ എന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടി തൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഒരു കോച്ചിങ് സെൻറ്ററിൽ കയറി 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ആ കുട്ടി കഠിനമായി അധ്വാനിച്ചിട്ടായിരിക്കാം, മാനസികമായിട്ട് കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഒരു MBBS എന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. ആ കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഈ പഠന കാലയളവിൽ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ കരിയർ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതിൽ എലിസബത്ത് ഉദയൻ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ജീവിതം തിരഞ്ഞെടുത്തതിൽ എവിടെയോ ആ കുട്ടിക്കൊരു പിഴവ് പറ്റി. നമുക്കറിയാം, നമ്മൾ ഈ സമൂഹം തെറ്റുപറ്റിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയിൽ നിന്ന് എലിസബത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്ന. ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ആളുകളുടെ ചിന്തയ്ക്ക് എന്തുമാത്രം നല്ല മാറ്റമാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഒന്ന്, ആ കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഭാവം, അതായത് കപടമില്ലാതെ, അഭിനയിക്കാൻ അറിയാതെ, റിയലൈസായിട്ട് തനിക്കുണ്ടായ ഓരോ ദുരന്തങ്ങളും കരഞ്ഞുകൊണ്ട് ഒരു സാധാരണ പെൺകുട്ടിയായിക്കൊണ്ടാണ് നമുക്ക് മുന്നിലൊക്കെ ഡോക്ടർ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ കുട്ടിയുടെ ഓരോ വാക്കുകളിലും ആ കുട്ടി അനുഭവിച്ച വേദനയും ആഗ്രഹിച്ച ജീവിതത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മാനസികമായിട്ട് വരെ ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ മിസ് ചെയ്തത് ആ പറഞ്ഞ ഒരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ടാണ്. നമ്മൾ അത്രയ്ക്കൊന്നും പോകുന്ന ഒരാളല്ല, അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ ആളല്ല. പക്ഷെ ആ ഒരു വ്യക്തിയെ ആ പെൺകുട്ടി സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്നാണ് ആ കുട്ടിയുടെ ഓരോ ടോക്കിൽ നിന്നും, ആ കുട്ടിയുടെ ജീവിത അനുഭവത്തിൽ നിന്നും, ആ കുട്ടിയുടെ മാനസിക നിലയിൽ നിന്നും മനസ്സിലാക്കാൻ ഞാനെന്നൊരു സ്ത്രീക്ക് സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടോ ആ കുട്ടിയെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. നന്ദി.